Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വർക്കിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ ഒന്ന് വരച്ച് കാണിക്കുന്നത്. ഇതൊരു ഡിസൈനർ സൽവാർ സെറ്റാണ്. അപ്പോൾ ജസ്റ്റ് ആദ്യം ഞാനിവിടെ ഒരു നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് റഫായിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു പിക്ചറൊന്നും അല്ല ഇത്. ഞാൻ ജസ്റ്റ് റഫായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ഒരു ഐഡിയ ഞാനൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ആദ്യം നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു റൗണ്ട് നെക്കിന് താഴെ വീണ്ടും നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഒരു താഴെ ഒരു ബോർഡർ ലൈനും കൂടെ വരച്ചു കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? നമ്മൾ ആദ്യം നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് നമ്മളിതുപോലെ ആ ഒരു ഷേപ്പിൽ തന്നെ റൗണ്ട് നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു യോക്ക് പോർഷനാണ് ചെയ്ത് കൊടുക്കുന്നത്. യോക്ക് പോർഷൻ പിന്നെ ഇതുപോലെ ജസ്റ്റ് ഞാനൊന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 15 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ഒരു അളവെന്ന് പറയുന്നത് 14 ഇഞ്ചാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 15 ഇഞ്ച് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സീം അലവൻസ് ആണ് എടുത്തിട്ടുള്ളത്. 14 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ നമ്മുടെ യോക്കിൻ്റെ ഇറക്കം വേണ്ടത്. അവിടുന്ന് താഴേക്കാണ് നമ്മൾ ഫ്ലെയർഡ് ആയിട്ടുള്ള അംബ്രല്ല കട്ടിങ് കുർത്തി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 15 ഇഞ്ച് എടുത്തിരിക്കുന്നത് 1/2 ഇഞ്ച് നമ്മളുടെ സീം അലവൻസ്, ഷോൾഡറിൻ്റെ ഭാഗത്തും 1/2 ഇഞ്ച് പോകും. അങ്ങനെയാണ് ടോട്ടൽ 15 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് യോക്കിൻ്റെ ലെങ്ത് എടുക്കുന്നതെന്നൊന്നും അറിയാൻ പാടില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഇത് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 15 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ഇനി മുകളിലുള്ള ആ ഒരു റൗണ്ട് നെക്കിൻ്റെ ആ ഒരു ബോർഡർ ലൈനൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്ന ഭാഗത്ത് ചെറിയ ചെറിയ റൗണ്ട്സ് കൊടുത്തിരിക്കുന്നത് അവിടെ സ്റ്റോൺസ് വർക്ക് വരാൻ വേണ്ടിയാണ് കേട്ടോ. അതിന് ചുറ്റും നമുക്കിതുപോലെ കട്ട് ബീഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ റൗണ്ട് ബീഡ്സ് ഏതാണെങ്കിലും നമ്മൾ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്കെയില് യൂസ് ചെയ്യുക, മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്തോ നമുക്ക് ആദ്യം ജസ്റ്റ് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതായത് ഷോൾഡറിൻ്റെ അവിടുന്ന് ചരിച്ച് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ആ ഒരു ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ യോക്ക് പോർഷൻ ഫുള്ള് നമ്മൾ ഈ ഒരു ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷുഗർ ബീഡ്സാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു അളവ് അത്യാവശ്യമാണ്. ഇപ്പോൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കാം. പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് അവിടെയെല്ലാം നമ്മളുടെ ബീഡ്സ് ഓരോ ബീഡ് വെച്ചിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പം യോക്കിൻ്റെ അവിടെ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് സ്ലീവിലും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിൽ ചെയ്യാനായിട്ട് നമുക്ക് സ്ലീവിൻ്റെ അളവ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുക. 3 or 4 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ ബോർഡർ ലൈനിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ നെക്കിൻ്റെ അവിടെ എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ സ്ലീവിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റോൺസും ബീഡ്സുമാണ് താഴെയും നമുക്ക് സ്ലീവിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു യോക്കിൻ്റെ ആ ഒരു ഡിസൈൻ നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ താഴേക്ക് അംബ്രല്ല ഫ്ലെയർ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ നെക്കിൻ്റെ ഒരു ഡിസൈൻ, ഒരു പാറ്റേൺ നമുക്ക് വന്നിട്ടുള്ളത്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 15 തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഹൈറ്റൊക്കെ ഒരുപാടുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ഇറക്കം വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു യോക്ക് പോർഷൻ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത പോലെ ബീഡ്സ് വന്നിട്ടുള്ളത്. നമ്മളുടെ പിക്ചറിൽ കണ്ട പോലെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കൊരു പാർട്ടി വെയർ സൽവാർ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ജോർജറ്റിൻ്റെ ഫാബ്രിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂ കളറിലെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി വേണ്ടത് ആൻറ്റിഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സിന് എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ താഴ്ഭാഗം നമുക്ക് 4 ഭാഗത്തും ഓരോ ഹോളുണ്ട്. അതിനകത്തൂടെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പെൻസിൽ എന്ന് പറയുന്നത് ഗ്ലാസ് മാർക്കർ പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്സരയുടെയാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ മാർക്കിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു തരാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. നമ്മളെപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്താലും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ മെറ്റീരിയലിൻ്റെ ചീത്ത വശത്തായിട്ട് നമ്മൾ മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ എന്ത് ഡിസൈനാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിസൈൻ നമ്മൾ ചീത്ത വശത്ത് തന്നെ വരച്ചു കൊടുക്കുക. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഈ ഒരു അടയാളം പോകുന്നില്ല എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ അത് പോകാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ ഒരു ചീത്ത വശത്ത് നമ്മൾ ഡിസൈനൊക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല വശത്ത് നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്ലിയർ ആവുന്നില്ല, പക്ഷേ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വരച്ചു കൊടുത്തത് നമുക്ക് നല്ല വശത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രെയിം നമ്മുടെ നല്ല വശം ഫ്രെയിമിൽ വെച്ചിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എവിടെയൊക്കെയാണോ ഡിസൈൻ വരച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമോ കേട്ടോ. അത് ഒത്തിരി പേർക്ക് അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരു പരാതിയുണ്ട്, ഈ ഒരു പെൻസിൽ വെച്ച് യൂസ് ചെയ്ത് ആ മാർക്കിംഗ് പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഡിസൈൻ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു യെല്ലോ പെൻസിലും കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ രൂപ 7 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് അപ്സരയുടെ തന്നെയാണ്, ഗ്ലാസ് മാർക്കിങ് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പോയിൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പോയിൻറ്റ്സ് ഇട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റോണില്ലേ, നമ്മുടെ സ്റ്റോണ് ഒന്ന് ഫിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ 4 വശത്ത് ഇതുപോലെ ഹോളിൻ്റെ ഭാഗം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏത് വശത്തൂടെ വേണമെങ്കിലും നമുക്ക് നീഡിൽ കയറിപ്പൊയ്ക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. നമുക്കിതുപോലെ എംബ്രോയ്ഡറി മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോൺസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ഭാഗത്തും നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡിസൈൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ ത്രെഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. ഓൺലി ബീഡ്സ് വർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ബീഡ്സ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. ആ ഗ്യാപ്പൊന്നും കഴിവതും ഉണ്ടാവാതെ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും. അപ്പം നമ്മൾ ബോർഡർ ലൈനും കൂടെ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പുള്ള ഭാഗം കൂടെ ഒന്ന് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പിക്ചറിൽ കണ്ട പോലെ ഇനി ആ ഒരു ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ യോക്കിൻ്റെ ഭാഗം വരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ കാണിക്കുന്നില്ല, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കൊരു പാർട്ടി വെയർ സൽവാർ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ പുതിയ ഡിസൈനുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പം നമ്മളുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. താങ്ക്